നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. പൂന്താനം തിരുമേനിയുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 72 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച അർത്ഥം പറഞ്ഞത്. ഇന്ന് 73ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. പീലിക്കാർ മുടി ചാഞ്ഞതും തിരുമുഖം മെല്ലെ വിയർക്കുന്നതും ചാലക്കൺമിഴി കൊണ്ടു കാമിനികളെ കാമിച്ച നൈപുണ്യവും നീലക്കാർമുകിൽ വർണ്ണവും തിരുവുടൽക്കുള്ളോരു സൗരഭ്യവും ബാലക്കാമിനിമാർ മയങ്ങിയതുമെൻ കൺകൊണ്ടു കണ്ടാവു ഞാൻ. പീലിക്കാർമുടി, മയിൽപീലി ചൂടിയ ആ കറുത്ത മുടി, ആ കൃഷ്ണന്റെ തിരുമുടിയിൽ തിരികിരുന്ന മയിൽപീലി അതൊക്കെ ചാഞ്ഞതും ചെരിഞ്ഞു തുടങ്ങി ഈ കളിയുടെ ഇടയിൽ. പിന്നെയോ തിരുമുഖം മെല്ലെ വിയർക്കുന്നതും, ആ മുഖം, ഭംഗിയുള്ള ആ മുഖം വിയർക്കാൻ തുടങ്ങി. ചാലക്കൺമിഴി കൊണ്ടു കാമിനികളെ കാമിച്ച നൈപുണ്യവും, വിടർന്ന് മനോഹരമായിരിക്കുന്ന ആ കൺമിഴികളെ കൊണ്ട് കാമിനിമാരായ ആ ഗോപസ്ത്രീകളെ മോഹിപ്പിച്ച ആ നൈപുണ്യവും ആ കഴിവും, തിരുവുടലിനുള്ള ആ നീല മേഘത്തിൻ്റെ നിറവും ആ സുഗന്ധവും, ബാലക്കാമിനിമാർ മയങ്ങിയതുമെൻ കൺകൊണ്ടു കണ്ടാവു ഞാൻ. സുന്ദരിമാരായ ആ പശുപ പെൺകുടിമാര് മയങ്ങിയതും എന്ന് വെച്ചാൽ ആ രാസക്രീഡയുടെ ഇടയിൽ ക്ഷീണിച്ചു എന്നുള്ള ആ നാട്യത്തില് അവിടുത്തെ തിരുവുടൽ ആലിംഗനം ചെയ്ത് മയങ്ങിയതും എൻ കൺകൊണ്ടു കണ്ടാവു ഞാൻ. ഇപ്പോൾ മുൻപ് പറഞ്ഞ പോലത്തെയൊക്കെയുള്ള ആ രൂപം, ആ ഭാവം, അതൊക്കെ എൻ്റെ കൺകൊണ്ട് ഞാൻ കണ്ടിരുന്നുവെങ്കിൽ എന്നുള്ള ആഗ്രഹം ഇവിടെ പറയുകയാണ്. ഇനി അടുത്ത ശ്ലോകം ചൊല്ലാം. ഏകാന്തേ ദേവയാത്രാവിധിയിലധികമാമംബികാ ഗാനനത്തിൽ പോകുന്നോർ യാദവന്മാരതിലൊരഹിവരൻ നന്ദനെ ചെന്നു തിന്നാൻ. വേഗം തൃക്കാലു കൊണ്ടേ ഗതിയരുളിയവൻ പണ്ടു വിദ്യാധരം പോൽ ശോകം നീക്കിടവണ്ണം മനസി മധുരി പോ മംഗളം ദേഹി മഹ്യം. സുദർശന ശാപമോചന കഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വൃന്ദാവനത്തിന് അടുത്തു തന്നെയുള്ള അംബികാവനത്തില് ഒരു ഗൗരി ക്ഷേത്രമുണ്ട്. അവിടെ ഗോപന്മാരുടെ ഉത്സാഹത്തില് ഒരു മഹോത്സവം നടക്കുകയായിരുന്നു. വൃന്ദാവനത്തിലെ ആബാലവൃദ്ധം ജനങ്ങളും അതിരാവിലെ തന്നെ ക്ഷേത്രത്തിലെത്തി അവിടെയുള്ള നദിയിൽ പുണ്യസ്നാനം ചെയ്ത് വ്രതാനുഷ്ഠാന ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ശിവപാർവതി പൂജകളൊക്കെ നടത്തി അന്ന് മുഴുവൻ ആ ക്ഷേത്രോപവാസം ചെയ്യാൻ വിചാരിച്ച് അവര് അവിടെ തന്നെ കൂടുകയാണ്. അപ്പൊ രാത്രിയിൽ ഉറങ്ങിയാൽ വ്രതഭംഗം വരും എന്നുള്ളത് കൊണ്ട് എല്ലാവരും ഉറക്കമൊഴിച്ചിട്ട് ആ നദീതീരത്ത് തന്നെ കഴിച്ചു കൂട്ടുകയാണ്. ആ സമയത്ത് ഒരു പെരുമ്പാമ്പ് ഇഴഞ്ഞു വന്ന് നന്ദഗോപരെ മിണുങ്ങാൻ വേണ്ടിയിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ നന്ദഗോപര് പേടിച്ച് രാമ കൃഷ്ണ എന്നൊക്കെ ഉറക്കെ വിളിച്ച് കരയാൻ തുടങ്ങി. ഇത് കണ്ട മറ്റുള്ള ഗോപന്മാരും ഗോപവധൂജനങ്ങളും എല്ലാവരും ഇത് കണ്ട് ഉറക്കെ മുറവിളി കൂട്ടുകയാണ്. ഈ നിലവിളി കേട്ടിട്ട് ബലരാമനും കൃഷ്ണനും ഒക്കെ അവിടേക്ക് ഓടി വന്നു. എന്നിട്ട് ആ പാമ്പിനെ അവിടുന്ന് മാറ്റാൻ വേണ്ടി കുറെ ശ്രമിച്ചു. പക്ഷെ ആ പാമ്പിന് ഒരു അനക്കൂല്ല എന്ന് കണ്ടപ്പോൾ കൃഷ്ണൻ തൻ്റെ കാലുകൊണ്ടൊന്ന് ശക്തിയായിട്ട് ചവിട്ടി. കൃഷ്ണന്റെ ചവിട്ടേറ്റപ്പോൾ തൽക്ഷണം ആ പെരുമ്പാമ്പ് ചത്തു വീഴാണ്. ആ പാമ്പിൽ നിന്നും ഒരു
തേജസ്സാർന്ന ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കൃഷ്ണനെ വന്ദിച്ചിട്ട് സ്തുതിക്കാൻ തുടങ്ങി. അപ്പോൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സുദർശനൻ എന്ന് പറയുന്ന ഒരു വിദ്യാധരനാണ്. ഞാൻ എൻ്റെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ച് മതിമറന്ന് കുറേ സുന്ദരികളായ സ്ത്രീകളുമായി ഉല്ലസിച്ച് നടക്കുന്ന സമയത്ത് അങ്കിരസ് മഹർഷിയെ കാണുകയും അഹങ്കാരം കൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിൽ കോപം പൂണ്ട അങ്കിരസ് ഋഷി ഇദ്ദേഹത്തിനെ ശപിക്കുകയാണ് ഉണ്ടായത്. ഒരു പാമ്പായി പോകട്ടെ എന്നാണ് ശപിച്ചത്. ശാപം ലഭിച്ചാലാണല്ലോ ബോധം വരിക. അപ്പോൾ ആകെ സങ്കടമായിട്ട് ഈ സുദർശനൻ എന്ന് പറഞ്ഞ വിദ്യാധരൻ അദ്ദേഹത്തോട് ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് യാചിക്കുകയാണ്. അപ്പോൾ ആ ശാപമോചനം എങ്ങനെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ദ്വാപര യുഗത്തിന്റെ അവസാനത്തിൽ വൈകുണ്ഠാധിപതിയായിട്ടുള്ള മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ എന്നുള്ള പേരിൽ യദുവംശത്തിൽ അവതരിച്ച് ഗോപബാലകനായിട്ട് വൃന്ദാവനത്തിൽ കളിച്ച് നടക്കും. ആ കൃഷ്ണ ഭഗവാൻ നിന്നെ എപ്പോഴാണോ സ്പർശിക്കുന്നത് ആ ക്ഷണം നിനക്ക് ശാപമോചനം ലഭിക്കും എന്ന്. അന്ന് തുടങ്ങി ഈ കൃഷ്ണനെയും പ്രതീക്ഷിച്ചിട്ട് വൃന്ദാവനത്തിലെ ഈ കാടുകളിൽ ഞാൻ താമസിക്കാൻ തുടങ്ങിയതാണ്. ഈ അടുത്ത കാലത്ത് രാസക്രീഡ ദർശിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ഗന്ധർവന്മാർ അങ്ങയെ കീർത്തിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ തന്നെ ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്ന് അങ്ങയെ കാത്ത് ഇരിക്കാൻ തുടങ്ങിയതാണ് എന്ന്. പിന്നെ വിദ്യാധരന്മാർ എന്ന് പലരും കേട്ടിട്ടുണ്ടാവില്ല. അത് ദേവേന്ദ്രന്റെ പരിചാരകരായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നീട് ഈ സുദർശനൻ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങ എന്നോട് ക്ഷമിക്കണം, കാരണം ഞാൻ അങ്ങയുടെ അച്ഛനെ വരിഞ്ഞു ചുറ്റിയാലാണ് അങ്ങ് വേഗം എനിക്ക് ശാപമോക്ഷം തരുള്ളൂ എന്ന് കരുതിയിട്ടാണ് നന്ദഗോപനെ ഞാൻ ആക്രമിച്ചത്. ഇത് കേട്ട കൃഷ്ണൻ വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകി അദ്ദേഹത്തെ ആ സുദർശനനെ തിരിച്ചയച്ചു. ഇതൊക്കെ കണ്ടുനിന്ന ആ ഗോപന്മാരും ഗോപികളും കൃഷ്ണൻ സാക്ഷാൽ ഈശ്വരന്റെ അവതാരമാണ് എന്ന് മനസ്സിൽ കരുതി. പക്ഷേ ആ കൃഷ്ണന്റെ മായാവൈഭവം കൊണ്ട് പെട്ടെന്ന് തന്നെ അത് അവരുടെ സ്മരണയിൽ നിന്ന് വിസ്മൃതമാവുകയും ചെയ്തു. ഇതാണ് സുദർശനൻ എന്ന ഗന്ധർവന്റെ കഥ. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഏകാന്തേ ദേവയാത്രാവിധിയിലധികമാം അംബികാ കാനനത്തിൽ. ഏകാന്തേ എന്നുണ്ട്, ഏകത എന്നൊരു പാഠമുണ്ട്, ഒരിക്കൽ എന്നുള്ള അർത്ഥം. ഏകാന്തേച്ച വിജനമായ ഒരു സ്ഥലത്ത്. ദേവയാത്രാവിധിയിൽ, ദേവന്റെ യാത്ര വേണമെങ്കിൽ രഥയാത്രയാവാം, രഥോത്സവം ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. ആ ഉത്സവ സമയത്ത് അധികമാം അംബികാ കാനനത്തിൽ, അംബികാ കാനനത്തിൽ അധിഗമിച്ച് പ്രാപിച്ച് പൂകുന്നോർ യാദവന്മാരതിൽ വസിക്കുന്ന യാദവന്മാരുടെ ഇടയിൽ ചെന്ന് ഒരു അഹിവരൻ, ഒരു സർപ്പം, സർപ്പരൂപം ധരിച്ച ആ സുദർശനെയാണ് ഇവിടെ പറയുന്നത്. നന്ദനെ ചെന്നു തിന്നാൻ വിഴുങ്ങാൻ തുടങ്ങി. നന്ദഗോപനെ ചെന്ന് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോ വേഗം തൃക്കാലുകൊണ്ടേ ഗതി അരുളിയവൻ പണ്ടു വിദ്യാധരൻ പോൽ. ഉടൻ തന്നെ തൻ്റെ ആ തൃക്കാല് ഉപയോഗിച്ച് ആ സർപ്പത്തിന് ഗതിയെ നൽകി, മോക്ഷത്തെ നൽകി. അതുപോലെ ഹേ മധുരിപോ മഹാവിഷ്ണു, മനസ്സി ശോകം നീക്കിയിടവണ്ണം, എൻ്റെ മനസ്സിലെ ശോകം ദുഃഖം നീക്കിയിടവണ്ണം നീക്കിയിട്ട് മംഗളം ദേഹി മഹ്യം, മഹ്യം മംഗളം ദേഹി, എനിക്ക് മംഗളത്തെ നൽകണമേ, അനുഗ്രഹത്തെ നൽകണമേ. അല്ലയോ മധുരിപോ മഹാവിഷ്ണു, എൻ്റെ മനസ്സിലെ വ്യസനങ്ങളൊക്കെ നീക്കി എനിക്ക് ക്ഷേമത്തെ തന്നാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ഇനിയത്തെ ശ്ലോകങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ